my emotions in a healthy manner and just become the right person that actually matters. And every day I drive my car to my little job, and I find some peace in the stations that I throw on. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കാശ്മീർ ട്രിപ്പിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ ഈ പ്ലേസ് എന്ന് പറയുന്നത് ശ്രീനഗറാണ്. ശ്രീനഗറിൽ ഞങ്ങൾ ഇന്നലെ നൈറ്റോടുകൂടി ഇവിടെ എത്തി. നൈറ്റ് ഞങ്ങൾ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും റൂമിലെത്തി അവിടെ സ്റ്റേ ചെയ്ത് ഇന്ന് രാവിലെയാണ് ഞങ്ങൾ പ്ലേസൊക്കെ കാണാനായിട്ട് ഇറങ്ങിയത്. ഇന്ന് മോർണിംഗ് എണീച്ചിട്ടായാലും ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. രാത്രി എത്തിയപ്പോഴും നല്ല തണുപ്പുണ്ടായിരുന്നു, രാവിലെ എണീച്ചപ്പോഴും നല്ല തണുപ്പാണ്. കാരണം ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിലും ഔട്ട്ഡോറിലൊക്കെ മൊത്തം മഞ്ഞാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ ഒരു രക്ഷയെന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡിൽ ഹീറ്റർ ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നല്ല തണുപ്പ് തന്നെയാണ്. നമ്മൾ റൂമിലായിരുന്നപ്പോൾ രാവിലെ എണീച്ചൊന്നും ജസ്റ്റ് ബ്രഷ് ചെയ്യാൻ പോലും നമുക്ക് വെള്ളത്തിൽ കൈ മുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് തണുപ്പായിരുന്നു. പിന്നെ നമ്മളെ റൂമിലുള്ള ആൾക്കാരുടെ അടുത്ത് ഹോട്ട് വാട്ടർ ചോദിച്ചിട്ടാണ് നമുക്ക് എന്തുണ്ടെങ്കിലും ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ, അല്ലാണ്ട് ഒരു നിവൃത്തിയില്ല അവിടെ. പിന്നെ ഞങ്ങളുടെ ഡ്രൈവർ ഇന്നലെ ഞങ്ങളെ വന്ന് റൂമിലാക്കി രാവിലെ തിരിച്ച് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു റൂമിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ആദ്യം കൊണ്ടുവന്ന പ്ലേസ് എന്ന് പറയുന്നത് പെഹൽഗാമാണ്. അവിടെ അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു, കാരണം നല്ല ഭംഗിയാണ് ഇതിൻ്റെ ചുറ്റും. That I could cough out my emotions in a healthy manner and just become the right person that actually matters. And every day I drive my car to my little job, find some peace in the stations that I throw on. But I wish there was a song with your name as the title. Oh yeah, I wish there was a song with your name as the title. Oh yeah. Tend to embrace, wonder why I'm so opposite, I'm so backwards and upside down. I'm such a clown, but I've got no frown on my little face. Why am I so freaking cute sometimes, yeah? I'm such drama queen, such drama queen, and I wish there was a song that I could make that'll make you strong, 'cause I'm tired of feeling low. അങ്ങനെ കുറേ സ്ഥലമൊക്കെ ചുറ്റി കണ്ട് പെഹൽഗാം, മിനി സ്വിറ്റ്സർലൻഡ്,
അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ചു. ഞാനിപ്പോൾ പേരൊന്നും അങ്ങനെ ഓർക്കുന്നില്ല പ്ലേസിൻ്റെ. ഞങ്ങൾ നേരത്തെ താമസിച്ച അപ്പാർട്ട്മെൻറ്റിലല്ല ഇനി താമസിക്കാനായിട്ട് പോകുന്നത്. ഇനി ഞങ്ങൾ കാശ്മീരിൽ നിന്ന് പോകുന്നവരെ ഞങ്ങൾ താമസിക്കാൻ പോകുന്ന സ്പോട്ട് ഇതാണ്. ദാൽ ലേക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞങ്ങളുടെ ഡ്രൈവർ റൂമിൽ കൊണ്ടുവന്നാക്കി ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ദാൽ ലേക്കിൻ്റെ അടുത്തേട്ട് വന്നു. കാരണം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ദാൽ ലേക്ക്. ഇവിടെയും തണുപ്പിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് നേരത്തെ താമസിച്ച റൂമിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് സ്നോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും അത്ര തണുപ്പ് തോന്നുന്നത് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എടുത്തേക്കുന്ന അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ ടൗണൊക്കെ പോലത്തെ ഏരിയ എന്നാൽ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ നല്ല തണുപ്പാണ്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഹോട്ടലിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. പുറത്തിറങ്ങിയാൽ പിന്നെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. നൗഫൽ മറ്റേ നമ്മുടെ ഈ ബോട്ടിൽ കയറാനായിട്ട് അവിടുത്തെ ആൾക്കാരോട് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ചിലവർ കാശ്മീരി ഭാഷയാണ് പറയുന്നത്, ചിലവർ ഹിന്ദിയാണ് പറയുന്നത്. അവരോട് നല്ലോണം ബാർഗെയിൻ ചെയ്തെന്നാലാണ് അവർ റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് തരും. ഞാൻ പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ബാർഗെയിൻ ചെയ്ത് നിന്നു. അല്ലാതെ എനിക്ക് ലാംഗ്വേജ് പറയാനായിട്ടൊന്നും അറിഞ്ഞൂടായിരുന്നു. ഞങ്ങൾ മോർണിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നേരെ ആദ്യം തന്നെ വന്നത് സ്നോയിലേക്കാണ്. അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ഇതൊക്കെ ഫോണിലും നമ്മൾ റീൽസിലും കാര്യങ്ങളൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും സ്വപ്നമാണോ റിയലാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നൊരു കാര്യം. ഞങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഡ്രൈവറാണെങ്കിലും ഞങ്ങളെ ഓരോ പോസ്റ്റിൽ നിർത്തി ഫോട്ടോസ് എടുക്കുകയും വീഡിയോസ് എടുത്തുതരികയൊക്കെ ചെയ്യുന്ന ഒരു നല്ല ഡ്രൈവറായിരുന്നു. അപ്പോൾ ഞങ്ങളെ കൊണ്ടുവന്ന നല്ല അടിപൊളി ഒരു സ്ഥലത്തായിരുന്നു. നൗഫൽ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ട്രൈപോഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ സ്നോയിൽ കിടന്നുരുളയും സ്നോമാൻ ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്ന പരിപാടിയിലായിരുന്നു ഞാൻ.
സ്നോയിൽ അടിച്ചു പൊളിച്ചു. ഈ കാണുന്ന റെഡ് ഫ്രോക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കോട്ടിൻ്റെ ഉള്ളിൽ തന്നെ 2-3 ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം സ്നോയിലാണല്ലോ ഉറങ്ങാൻ പോകുന്നത്. അപ്പം നമുക്ക് എത്രമാത്രം തണുപ്പ് സഹിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞുകൂടാ. ഞാനാണെങ്കിൽ ഒട്ടും തണുപ്പ് സഹിക്കാൻ പറ്റാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ റെഡ് ഫ്രോക്കൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുത്തത്. അതിട്ടിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.